ഒരിടത്തൊരിടത്ത് ഒരു രാജ്യത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ അനുചരന്മാരോടൊപ്പം കാട്ടിൽ വേട്ടയ്ക്ക് പോയി. വേട്ടയാടി കാട്ടിനുള്ളിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു മാനിന് പിന്നാലെ പോയ രാജകുമാരൻ കൂട്ടം തെറ്റിപ്പോയി. ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ തെറ്റിമാറി അദ്ദേഹം കുറേ ദൂരം കാട്ടിനുള്ളിലേക്ക് പോയി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും കൂടെ ഇല്ല ഇപ്പോൾ എന്ന് രാജകുമാരന് മനസ്സിലായത്. പക്ഷെ രാജകുമാരനല്ലേ, മറ്റുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മറ്റുള്ളവർ വരുന്നത് വരെ അവിടെ ഇരുന്ന് വിശ്രമിക്കാം എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓമനയായിരുന്നു. അമ്മയ്ക്ക് മകനോട് വലിയ വാത്സല്യമാണ്. മകൻ വളർന്നെങ്കിലും ചെറിയ കുട്ടിയാണ് എന്നാണ് അമ്മയുടെ വിചാരം. അതുകൊണ്ട് മകൻ വേട്ടയ്ക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് അത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു വൃത്തിയുള്ള തുണിയിൽ കെട്ടി പൊതിഞ്ഞ് മകൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ അങ്ങ് കഴിക്കാം എന്ന് കരുതിയ രാജകുമാരൻ ആ പൊതിയെടുത്ത് മരച്ചുവട്ടിൽ വെച്ചിട്ട് അടുത്തുള്ള അരുവിയിൽ പോയി കൈയും മുഖവും കാലും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയായി തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പൊതി അഴിച്ചിട്ട് ഒന്നാമത്തെ കഷ്ണം പലഹാരം എടുത്തപ്പോൾ അതിൽ ഒരു ഉറുമ്പിരിക്കുന്നത് കണ്ടു. രാജകുമാരൻ വിചാരിച്ചു, ഉറുമ്പല്ലേ എന്നെക്കാളും മുമ്പേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് ഉറുമ്പ് ഈ ഭക്ഷണം എടുത്തോട്ടെ. ആ പലഹാര കഷ്ണം അദ്ദേഹം ആ ഉറുമ്പിന് വിട്ടുകൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ കഷ്ണം പലഹാരം എടുത്തു. അപ്പോൾ അതിൽ 2 ഉറുമ്പുകൾ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം അതും ഉറുമ്പുകൾക്ക് വിട്ടുകൊടുത്തു. മൂന്നാമത്തെ കഷ്ണം പലഹാരം എടുത്തപ്പോൾ അതിൽ 3 ഉറുമ്പുകളുണ്ടായിരുന്നു. അങ്ങനെ രാജകുമാരൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്ന 6 കഷ്ണം പലഹാരങ്ങളിലും ഉറുമ്പുകളുണ്ടായിരുന്നു. 6ാമത്തെ കഷ്ണത്തിൽ 6 ഉറുമ്പുകളും ഉറുമ്പുകളുടെ രാജാവും ഉണ്ടായിരുന്നു. എല്ലാ പലഹാര കഷ്ണങ്ങളും ആ മരച്ചുവട്ടിൽ നിരത്തി വെച്ച് രാജകുമാരൻ അവ ഉറുമ്പുകൾക്ക് തിന്നാൻ വിട്ടുകൊടുത്തു. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്ത് മറ്റൊരു മരച്ചുവട്ടിലേക്ക് ഉറങ്ങാൻ പോയി. അദ്ദേഹം അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറുമ്പുകൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനടുത്തേക്ക് പതുക്കെ ഇഴഞ്ഞു വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, രാജകുമാര, അങ്ങ് വളരെ നന്മയുള്ള ഒരാളാണ്. അങ്ങേക്ക് നന്മ മാത്രമേ ഭവിക്കുകയുള്ളൂ. ഈ ഉറുമ്പുകളുടെ ശബ്ദം രാജകുമാരൻ കേട്ടു. അദ്ദേഹം ഉണർന്നു. അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ ചെവിയുടെ അടുത്ത് കുറേ ഉറുമ്പുകളിരിക്കുന്നു. ഉറുമ്പുകൾ രാജകുമാരനോട് ചോദിച്ചു, അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഇത്ര ദയ മനുഷ്യരാരും ഞങ്ങളോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങേക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എനിക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒരുപാട് പണമുണ്ട്, ആവശ്യത്തിലധികം പണമുണ്ട്. ഞാൻ എന്ത് ഭക്ഷണം വേണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ എനിക്ക് ഒരുക്കി തരാൻ എൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ട്. എനിക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജോലിക്കാരുണ്ട്. എനിക്ക് ധാരാളം വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നതേയില്ല. സത്യത്തിൽ എനിക്ക് ജീവിതം അങ്ങ് മടുത്തു തുടങ്ങി. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും സന്തോഷമാണ്. പക്ഷേ പുതുമയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എനിക്ക് എല്ലാം മടുപ്പാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നായാട്ടിന് വന്നത് തന്നെ. അപ്പോൾ ഉറുമ്പുകൾ പറഞ്ഞു, അങ്ങേക്ക് ഒരിക്കലും മടുക്കാത്ത, അങ്ങേക്ക് എപ്പോഴും സന്തോഷം തരുന്ന, അങ്ങേക്ക് എപ്പോഴും കൂട്ടുകൂടി നടക്കാൻ പറ്റുന്ന, അങ്ങേക്ക് നല്ല സുഹൃത്താക്കാൻ പറ്റിയ ഒരാളെപ്പറ്റി ഞങ്ങൾ അങ്ങയോട് പറഞ്ഞു തരട്ടെ. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, അത് ആരാണ്? ഉറുമ്പുകൾ പറഞ്ഞു, ദൂരെ ദൂരെ ലീലാവതി എന്നൊരു രാജകുമാരിയുണ്ട്. അവൾ വളരെ മിടുക്കിയാണ്. അങ്ങ് അവളെ പോയി വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ രാജകുമാരിയെ ഞാൻ പോയി കണ്ടുപിടിക്കാം. ഉറുമ്പുകൾ പറഞ്ഞു, ഞങ്ങൾ അവളെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങ് തന്നെ അവളെ അന്വേഷിച്ച് പോകണം. പിന്നെ ഒരു കാര്യമുള്ളത്, അങ്ങ് എവിടെ പോയാലും എന്തെങ്കിലും ആപത്തിൽപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സ്മരിച്ചാൽ മതി, ഞങ്ങൾ വന്ന് അങ്ങേ സഹായിച്ചു കൊള്ളാം. രാജകുമാരൻ സമ്മതിച്ചു. അങ്ങനെ ഉറുമ്പുകളോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് രാജകുമാരൻ തൻ്റെ കുതിരപ്പുറത്ത് കയറി കുറച്ച് മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്തു. കൂടെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വല്ലാത്ത മുരൾച്ച കേട്ടു. ഏതോ വന്യമൃഗം വേദനയോടെ മുരളുന്നു. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഒരു പാറപ്പുറത്ത് ഒരു
കടുവ കിടന്ന് ബഹളം വെക്കുകയാണ്. അത് കാലുകൾ മുകളിലേക്കാക്കി മലർന്നു കിടന്നുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജകുമാരൻ അടുത്ത് ചെന്നപ്പോൾ കടുവയുടെ മുൻകാലിൻ്റെ പാദത്തിനടിയിൽ ഒരു വലിയ മുള്ള് തറച്ചിരിക്കുന്നത് കണ്ടു. വേദന സഹിക്കാൻ വയ്യാതാണ് കടുവ ഇങ്ങനെ കരയുന്നത്. രാജകുമാരൻ അടുത്ത് ചെന്ന് ആ മുള്ള് പതുക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ കടുവയ്ക്ക് വലിയ സന്തോഷമായി. ഈ സമയത്ത് കടുവയുടെ ഭാര്യയും മക്കളും അങ്ങോട്ട് വന്നു. അവർ വിചാരിച്ചത് കടുവ ഒരു മനുഷ്യനെ തിന്നാൻ തുടങ്ങുകയാണെന്നാണ്. കൊതിയോടെ ഓടി വന്ന അവരോട് കടുവ പറഞ്ഞു, ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കരുത്, ഇദ്ദേഹം നമ്മുടെ അതിഥിയാണ്, അദ്ദേഹം എൻ്റെ കാലിൽ നിന്ന് മുള്ളെടുത്ത് എന്നെ സഹായിച്ചു. അപ്പോൾ കടുവയുടെ ഭാര്യയും മക്കളും ഈ രാജകുമാരനെ വണങ്ങി ഒരു വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ മുട്ടി ഉരുമി നിന്നു. കടുവ ചോദിച്ചു, ഞാൻ അങ്ങേക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? രാജകുമാരൻ പറഞ്ഞു, എനിക്കൊരു ഉപകാരവും ചെയ്യേണ്ട. കടുവ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അങ്ങേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ചെയ്തേ തീരൂ. അങ്ങേക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സ്മരിച്ചാൽ മതി, ഞങ്ങളപ്പോൾ വന്നോളാം. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ പോകട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എപ്പോഴെങ്കിലും ലീലാവതി എന്ന രാജകുമാരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? കടുവ പറഞ്ഞുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഈ കാട്ടിൽ വേട്ടയ്ക്ക് വന്ന മനുഷ്യർ ആ രാജകുമാരിയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടു. അവൾ 7 കടലുകൾക്കും 7 മലകൾക്കും അപ്പുറത്തുള്ള രാജ്യത്താണ് താമസിക്കുന്നത്. അവിടേക്ക് വളരെ എളുപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. രാജകുമാരൻ പറഞ്ഞു, ശരി, നീ ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി, ഞാൻ ലീലാവതിയെ തേടി കണ്ടുപിടിച്ചോളാം. അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന രാജകുമാരൻ തന്നെ അന്വേഷിച്ച് വരുന്ന തൻ്റെ അനുചരന്മാരെ കണ്ടു. അവർക്കൊപ്പം തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രാജകുമാരൻ തൻ്റെ മാതാപിതാക്കളോട് ലീലാവതി എന്ന രാജകുമാരിയെ പറ്റി പറഞ്ഞു. അവരെല്ലാവരും അവളെ അന്വേഷിച്ചെങ്കിലും അങ്ങനൊരു രാജകുമാരിയെപ്പറ്റി ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു. 7 കടലുകൾക്കും 7 മലകൾക്കും അപ്പുറത്തേക്ക് രാജകുമാരനെ ഒറ്റയ്ക്ക് വിടാൻ രാജാവിനും രാജ്ഞിക്കും പേടിയുമായിരുന്നു. ആ ഇടയ്ക്കാണ് അവരുടെ നാട്ടിൽ ഒരു സിദ്ധൻ വന്നിട്ടുണ്ട് എന്ന് രാജകുമാരൻ അറിഞ്ഞത്. വളരെയധികം അത്ഭുത സിദ്ധികളൊക്കെയുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹം. രാജകുമാരൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. സന്യാസിയാണെങ്കിൽ രാജകുമാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജകുമാരൻ നന്മയുള്ള ഒരാളാണ്. സന്യാസി പറഞ്ഞു, നീ എൻ്റെ അടുത്ത് ലീലാവതി എന്ന രാജകുമാരിയെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നത് എന്നെനിക്ക് മനസ്സിലായി. ലീലാവതി നീ കേട്ടതുപോലെ തന്നെ 7 കടലുകൾക്കും 7 മലകൾക്കും അപ്പുറത്താണ് താമസിക്കുന്നത്. അത്രയും കടന്ന് നിനക്ക് അവിടെ ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാവും. സാധാരണ യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ച് പോയാൽ വർഷങ്ങളെടുക്കും നീ അവിടം വരെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കയ്യിൽ ഒരു പായയുണ്ട്. ഈ പായ നിവർത്തി അതിലിരുന്നുകൊണ്ട് നീ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചോ അവിടെ നീ എത്തിക്കൊള്ളൂ. അതിനൊപ്പം ഞാൻ നിനക്കൊരു സഞ്ചിയും ഒരു പാത്രവും തരാം. ആ സഞ്ചിയിൽ കൈയിട്ട് നീ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചോ അത് നിനക്ക് കിട്ടും. ആ പാത്രം നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വെള്ളവും തരും. നിനക്ക് വഴിയിലതുകൊണ്ട് ഭക്ഷണത്തിനോ വെള്ളത്തിനോ ക്ഷാമം നേരിടില്ല. ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നീ എനിക്ക് തിരിച്ചു കൊണ്ട് തരണം. രാജകുമാരൻ സമ്മതിച്ചു. അങ്ങനെ ആ സന്യാസിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ആ പായയും ആ സഞ്ചിയും ആ പാത്രവും വാങ്ങി. എന്നിട്ട് ആ പായയുടെ മുകളിൽ കയറിയിരുന്ന് ലീലാവതിയുടെ രാജ്യത്തേക്ക് തന്നെ എത്തിക്കണം എന്നാവശ്യപ്പെട്ടു. പായ അവനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. രാജകുമാരൻ ആ സഞ്ചിയും പാത്രവും തൻ്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പറന്ന് ലീലാവതിയുടെ രാജ്യത്തെത്തി. അവിടെ എത്തിയ ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പായ മടക്കി പാത്രവും സഞ്ചിയും ഒക്കെ ഒതുക്കി പിടിച്ച് അവൻ ആ നാട്ടിൽ താമസിക്കാനൊരു സ്ഥലം അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആ രാജ്യത്ത് അപരിചിതർക്ക് ഒരാൾ പോലും രാത്രിയിൽ തങ്ങാൻ ഇടം കൊടുക്കുകയില്ല. അത് അവിടുത്തെ രാജാവിൻ്റെ കൽപ്പനയാണ്. രാജാവ് ഇങ്ങനെ കൽപ്പിക്കാനൊരു കാരണമുണ്ട്. രാജാവിൻ്റെ മകളായ ലീലാവതി അതിസുന്ദരിയാണ്. അവളെ വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ച് പല ദേശങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ വന്നു. അവരെ ആരെയും രാജാവിനോ ലീലാവതിക്കോ ഇഷ്ടപ്പെട്ടില്ല. അവരുദ്ദേശിക്കുന്ന ഗുണങ്ങളൊന്നും ഈ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവ് അവരെ എല്ലാവരെയും തിരിച്ചയച്ചു. എന്നാൽ വീണ്ടും വീണ്ടും ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ നാട്ടിൽ നിന്നും
അന്യദേശങ്ങളിൽ നിന്നും കടലിനക്കരയെന്നു പോലും ആൾക്കാർ വന്നു. ഭാഗ്യം അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ ശല്യം സഹിക്കാതെയാണ് രാജാവ് ഇങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത ഒരാളെപ്പോലും രാത്രിയിൽ നാട്ടിൽ തങ്ങാൻ അനുവദിക്കരുത്. ഇതൊന്നും അറിയാത്ത നമ്മുടെ രാജകുമാരൻ ഒരു വീടിന് മുന്നിൽ ചെന്ന് മുട്ടി. ഒരു ചെറിയ വീടായിരുന്നു അത്. അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവരോട് രാജകുമാരൻ അന്ന് രാത്രി അവിടെ തങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ അറിയാൻ നിങ്ങൾ വളരെ ദൂരെ നിന്നാണ് വരുന്നതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഇവിടെ ഒരാളെപ്പോലും രാത്രി താമസിപ്പിക്കാൻ പറ്റില്ല. രാജകുമാരൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരികയാണ്. മാത്രമല്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ഇവിടെ കുറച്ച് അരി മാത്രമേ ഇരിപ്പുള്ളൂ. അത് പാകം ചെയ്യാൻ ഒരുപാട് നേരമെടുക്കും. അപ്പോഴേക്ക് രാത്രി ഒരുപാട് ഇരുട്ടും. നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു പോകാൻ പറ്റില്ല. എന്ത് ചെയ്താലും ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ അനുവദിക്കില്ല. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, നിങ്ങൾ വീടിനകത്ത് എനിക്ക് താമസിക്കാൻ സ്ഥലം തരണ്ട, ഞാൻ നിങ്ങളുടെ മുറ്റത്തെ പൂന്തോട്ടത്തിൽ കിടന്നോട്ടെ. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, പറ്റില്ല, തോട്ടത്തിലെന്നല്ല വീടിൻ്റെ മുറ്റത്തെ വഴിയിൽ പോലും നിങ്ങളെ കിടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ അങ്ങനെയെങ്ങാനും ചെയ്യുകയാണെങ്കിൽ ഭടന്മാർ വന്ന് നിങ്ങളെ കണ്ടുപിടിക്കുകയും നിങ്ങളെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കൊള്ളാം. അപ്പോൾ വൃദ്ധ പറഞ്ഞു, അതിനെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഭക്ഷണം പാകം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ രാജകുമാരൻ തൻ്റെ സഞ്ചിയിലേക്ക് കൈയിട്ട് ഭക്ഷണം വരട്ടെ എന്ന് ആഗ്രഹിച്ചു. വളരെ രുചികരമായ ഭക്ഷണം നല്ല സ്വർണ്ണ പാത്രങ്ങളിൽ ആ മേശപ്പുറത്ത് നിരുന്നു. വൃദ്ധ അത്ഭുതപ്പെട്ടു പോയി. വൃദ്ധയും രാജകുമാരനും കൂടെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രാജകുമാരൻ പറഞ്ഞു, എന്നെ ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണ പാത്രങ്ങൾ മുഴുവൻ നിങ്ങളെടുത്തോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധ വേച്ച് വെച്ച് വെള്ളമെടുക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ട് വെള്ളമെടുക്കാൻ പോകണ്ട, വെള്ളം ഞാൻ തന്നോളാം. അങ്ങനെ അവന് തൻ്റെ പാത്രത്തിൽ നിന്ന് വെള്ളമുണ്ടാക്കി ആ സ്ത്രീക്ക് കൊടുത്തു. അവനും കുടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ആ സ്ത്രീയോട് രാജകുമാരൻ പറഞ്ഞു, ഇന്ന് രാത്രി എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഈ സ്വർണ്ണ പാത്രങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ വൃദ്ധ പാത്രങ്ങൾ എണ്ണി നോക്കി, ആകെ 12 പാത്രങ്ങളുണ്ടായിരുന്നു. 12 സ്വർണ്ണ പാത്രങ്ങൾ. വൃദ്ധയ്ക്ക് കുറച്ച് ആഗ്രഹം തോന്നി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നുള്ളൂ, പക്ഷേ ഒരു കാരണവശാലും വിളക്ക് കൊളുത്തരുത്. ഞങ്ങളുടെ രാജ്യത്ത് രാത്രിയിൽ ആരും വിളക്ക് കൊളുത്താറില്ല. അപ്പോൾ രാജകുമാരൻ ചോദിച്ചു, രാത്രിയിൽ വിളക്ക് കൊളുത്താതെ എങ്ങനെയാണ്? വൃദ്ധ പറഞ്ഞു, ഞങ്ങളുടെ രാജകുമാരി ഇതാ നോക്കൂ, ആ മട്ടുപ്പാവിന് മുകളിലാണ് താമസിക്കുന്നത്. സന്ധ്യയായി കഴിയുമ്പോൾ രാജകുമാരി അവിടുത്തെ ജനാലയുടെ തിരശീലകൾ മാറ്റും. അപ്പോൾ അവളുടെ മുഖത്തു നിന്നുള്ള പ്രകാശം ഈ രാജ്യമാസകലം പ്രസരിക്കും. അതുകൊണ്ട് ഇവിടെ ആർക്കും രാത്രിയിൽ വിളക്ക് കൊളുത്തേണ്ട കാര്യമില്ല. രാജകുമാരൻ ഇത് കേട്ട് വലിയ അത്ഭുതം തോന്നി. തനിക്ക് ലീലാവതിയെ കണ്ടേ തീരൂ എന്ന് അവന് തോന്നി. എന്തായാലും അന്ന് രാത്രി ആ വൃദ്ധ അവനെ അവിടെ കിടക്കാൻ അനുവദിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ രാജാവിന് ചെന്ന് മുഖം കാണിച്ചു. താൻ തലേന്ന് രാത്രി നാട്ടിലാണ് തങ്ങിയത് എന്ന വിവരം അവൻ രാജാവിനോട് പറഞ്ഞില്ല. താൻ വളരെ ദൂരെ നിന്ന് വരികയാണെന്നും രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്ക് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി മടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നടത്തുന്ന പരീക്ഷകളിൽ തോറ്റുപോകുന്ന എല്ലാവരെയും വധിക്കാനാണ്. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന മത്സരങ്ങൾക്ക് നിങ്ങൾ തയ്യാറായാൽ മതി. രാജകുമാരൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ഞാൻ എല്ലാ പരീക്ഷകളിലും പങ്കെടുക്കുക തന്നെ ചെയ്യും. എനിക്ക് ലീലാവതി രാജകുമാരിയെ വിവാഹം കഴിക്കണം. അപ്പോൾ രാജാവ് ഒരു വലിയ മുറിയിലേക്ക് അവനെ കൊണ്ടുപോയി. ആ മുറി നിറയെ കടുക് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് 80 ചാക്ക് കടുകുകളുണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, ഈ 80 ചാക്ക് കടുകുകളും ഈ 80 ചാക്കുകളിലുമുള്ള കടുകുകൾ ചതച്ച് എണ്ണയാക്കി തരണം. അതാണ് നിൻ്റെ ആദ്യത്തെ ജോലി. ഇതും പറഞ്ഞ് രാജകുമാരനെ അവിടെ വിട്ടിട്ട് എല്ലാവരും പോയി. 80 ചാക്ക് കടുകുകളും രാജകുമാരനും ഒറ്റയ്ക്കായി. അവനപ്പോഴാണ് തൻ്റെ സുഹൃത്തുക്കളായ ഉറുമ്പുകളെപ്പറ്റി ആലോചിച്ചത്. അവൻ ഉടൻ തന്നെ അവരെ സ്മരിച്ചു. ഉറുമ്പുകളുടെ രാജാവ് അപ്പോൾ തന്നെ രാജകുമാരൻ്റെ മുന്നിലെത്തുകയും ചെയ്തു. രാജകുമാരൻ തനിക്ക് കിട്ടിയ കഠിനമായ ജോലിയെപ്പറ്റി ഉറുമ്പിനോട് പറഞ്ഞു. ഉറുമ്പ് പറഞ്ഞു, അങ്ങ് പേടിക്കുകയേ വേണ്ട,
ഞാനിപ്പോൾ തന്നെ ഈ കടുകുകൾ ചതച്ച എണ്ണയാക്കി തരാം. ഉറുമ്പുകളുടെ രാജാവ് ഉടൻ തന്നെ നാട്ടിലുള്ള ഉറുമ്പുകളെ മുഴുവൻ അവിടെ വരുത്തി. ഒറ്റ രാത്രി കൊണ്ട് ഉറുമ്പുകൾ ആ 80 ചാക്കുകളിലെയും കടുക് ചതച്ച് എണ്ണയാക്കി മാറ്റി. രാവിലെ രാജാവ് വരുമ്പോൾ രാജകുമാരൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ചാക്കിലുള്ള കടുക് മുഴുവൻ ചതച്ച് എണ്ണയാക്കിയിട്ടുമുണ്ട്. ഒരു ഉപകരണത്തിൻ്റെ സഹായമില്ലാതെ ഇവൻ ഇതെങ്ങനെ ചെയ്തു എന്ന് രാജാവ് അത്ഭുതപ്പെട്ടുപോയി. രാജാവ് അവനോട് പറഞ്ഞു, ഇനി നിനക്ക് രണ്ടാമത്തെ ഒരു പരീക്ഷണമുണ്ട്. രണ്ടാമത്തെ പരീക്ഷണത്തിന് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഒരു വലിയ രാക്ഷസൻ സ്ഥിരമായിട്ട് വന്ന് ശല്യം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു വലിയ രാക്ഷസനായിരുന്നു അത്. ഈ രാക്ഷസൻ്റെ ഒരു കോട്ടയുണ്ട്. ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു വലിയ മതിൽ കെട്ടി ഞങ്ങൾ രാക്ഷസനെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കോട്ട പൊളിച്ച് രാക്ഷസൻ നാട്ടിലിറങ്ങി ഞങ്ങളെല്ലാവരെയും ഉപദ്രവിക്കും. ഈ കോട്ടയ്ക്കുള്ളിൽ കടന്നു ചെന്ന് ഇവനോടെതിരിടാൻ ഒരാൾക്കൊട്ട് ധൈര്യവുമില്ല. അവനെ ഒന്ന് കൊന്നു തരണം. ആരൊക്കെ നോക്കിയിട്ടും അവനെ കൊല്ലാൻ പറ്റുന്നില്ല. രാക്ഷസൻ പുറത്തു വരുന്നത് നാട്ടിൽ ഓരോരുത്തരുടെയും പേടി സ്വപ്നമാണ്. എങ്ങനെയെങ്കിലും ഈ രാക്ഷസനെ ഒന്ന് കൊന്നു തരണം. രാജകുമാരൻ പുറത്തിറങ്ങി രാക്ഷസനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ അറിഞ്ഞത് വളരെ ഭീമാകാരനായ ഒരു രാക്ഷസനാണ് ഇതെന്നാണ്. ഒരു മനുഷ്യന് അയാളോട് എതിരിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് തൻ്റെ സുഹൃത്തുക്കളായ കടുവകളെപ്പറ്റി രാജകുമാരൻ ചിന്തിച്ചത്. അവനുടൻ തന്നെ തൻ്റെ സുഹൃത്തായ കടുവയെ സ്മരിച്ചു. കടുവകൾ കൂട്ടത്തോടെ നാട്ടിലെത്തി. അവരെല്ലാവരും കൂടി ചേർന്ന് ആ രാക്ഷസൻ്റെ കോട്ടയെ ആക്രമിക്കുകയും രാക്ഷസനെ കടിച്ചു കീറി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ പരീക്ഷയും രാജകുമാരൻ വിജയിച്ചു. മൂന്നാമത്തെ പരീക്ഷയായിട്ട് രാജാവ് പറഞ്ഞത്, ആകാശത്തോളം ഉയരമുള്ള വലിയൊരു ഗോപുരത്തിന് മുകളിൽ രാജാവ് ഒരു ചെണ്ട വെച്ചിട്ടുണ്ട്. ആരാണോ ഒരു വടിയുമായിട്ട് ചെന്ന് ആ ചെണ്ട അടിച്ച് ശബ്ദമുണ്ടാകുന്നത് അവർക്കാണ് രാജകുമാരിയെ വിവാഹം കഴിക്കാൻ അവസരമുണ്ടാകുക. രാജകുമാരൻ മുകളിലേക്ക് നോക്കി. വളരെ 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 ഉയരത്തിൽ ഒരു ചെണ്ട കെട്ടി തൂക്കിയിട്ടുണ്ട്. അവിടോട്ട് കയറാൻ പടികളൊന്നുമില്ല. എങ്ങനെ അവിടം വരെ എത്തുമെന്ന് രാജകുമാരന് ഒരു രൂപവും കിട്ടിയില്ല. അപ്പോഴാണ് തൻ്റെ പറക്കുന്ന പായയെപ്പറ്റി അദ്ദേഹം ഓർത്തത്. അദ്ദേഹം പായയിൽ കയറിയിരുന്ന് ചെണ്ടയുടെ അടുത്തേക്ക് പറന്ന് ചെന്ന് ആ ചെണ്ടയിൽ ആഞ്ഞടിച്ച് ശബ്ദമുണ്ടാക്കി. അവൻ എല്ലാ പരീക്ഷകളും വിജയിച്ചതായിട്ട് രാജാവ് പ്രഖ്യാപിച്ചു. അവന് ലീലാവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ലീലാവതിയും കൂട്ടി തൻ്റെ പറക്കും പായയിൽ സഞ്ചിയും പാത്രവുമായിട്ട് അവൻ തിരിച്ചു വന്നു. അമൂല്യങ്ങളായ സമ്മാനങ്ങൾ അവൻ ആ സന്യാസിക്ക് തിരിച്ചു കൊടുത്തിട്ട് ലീലാവതിയും കൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ അവർ പിന്നീട് വളരെ കാലം സുഖമായിട്ട് ജീവിച്ചു. ഇഷ്ടമായ കഥ. അടുത്ത കഥ അടുത്ത ദിവസം.